പൂനൂര് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അക്കാഡമി ഉണ്ട്. അവിടെ നിന്നുള്ള 10ഓളം ടീമാണ് വന്നത്. നിങ്ങൾ എത്ര പേരുണ്ട്? 10 പേര്. അകത്ത് പോയോ? അകത്ത് പോയി. നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ? ഭാഗമായിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ ഇവിടെ ഉണ്ട്. വന്ന് പ്രവർത്തനം തുടങ്ങി. വണ്ടിയിൽ നിന്ന് കുറച്ച് എക്യുപ്മെന്റ്സ് എടുക്കാൻ വേണ്ടി വന്ന റോപ്പ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വണ്ടിയിൽ. അവിടെ ഇപ്പൊ എന്താ നടക്കുന്ന അകത്ത്? സെർച്ചിങ് തുടങ്ങി. എവിടെയാ നടക്കുന്നത് സെർച്ചിങ്? പിന്നെ സ്പോട്ട് തന്നെ റഡാർ സ്പോട്ട് കണ്ട് ആ സ്പേസ് തന്നെയാണ് ഇപ്പം പരിശീലനം നടക്കുന്നത്. പിന്നെ അവിടെ മണ്ണ് മാറ്റുകയാണോ ചെയ്യുന്നത്? മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതാളും 5ഓളം JCB ഉണ്ട്, ട്രിപ്പർ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ NDRFന്റെ പ്രവർത്തകരുണ്ട്, SDRF ഉണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, ടീം വേറുണ്ട്. സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. പുഴയിൽ ഇന്ന് പരിശോധനയുണ്ട്, അവിടെ കാണാൻ പറ്റും. SDRFും NDRFും സംയുക്ത ഇടന്ന് പരിശോധന നടത്താൻ ഡെങ്കി കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ പോവുകയാണ്. കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ മണ്ണ് മാറ്റുന്ന നടപടികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. നടപടി വളരെ ശക്തമായിട്ട് ഇപ്പം നടന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് സ്ലോ ആണെന്നുള്ള ഒരു പ്രതീതി സ്വതവേ നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ റഡാറിന്റെ കണ്ട ഭാഗത്ത് ഏതാണ്ട് കുറെ മണ്ണ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗം ഇന്നലെ തന്നെ നീക്കിയിരുന്നു. അപ്പൊ അതിനോട് ചേർന്നാണോ അതിന് മുന്നോട്ടാണോ ഇപ്പോൾ മാറ്റുന്നത്? 2 രീതിയിൽ പ്രതീക്ഷയാണ്. ഒന്നുള്ള മുകളിൽ മണ്ണും കൂടി വന്നുകൊണ്ട് ആ ലോറിന്റെ മുകളിൽ വന്ന് വീണ് കിടക്കുന്നുണ്ടെന്ന പ്രശ്നം. പിന്നെ അവിടെ നിന്ന് ഞാൻ തന്നെ മണ്ണ് മാറ്റി നേരെ ഇറക്കിലേക്കാട്ട്. അപ്പോൾ അത് ആ സമയത്ത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണോ ഒരു സംശയമുണ്ട്. പക്ഷേ മണ്ണ് നേരെ ഇറക്കിലേക്കാണ് മണ്ണ് വീണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോയെന്നും കൂടി ഒരു ഇറക്കിലാണോ ഇപ്പൊ മണ്ണ് മാറ്റുന്നത്? ഇപ്പൊ മുകളിൽ നിന്നാണ് മണ്ണ് മാറ്റിക്കൊടുക്കുന്നത്. അതായത് റോഡിന്റെ ഇടതുവശം മാറ്റിക്കൊടുക്കുന്നു. അവിടെയാണ് ഒരു പ്രതീക്ഷ ഉള്ളത്. വലതുവശത്തേക്കാണ് റോഡിന്റെ മറുവശത്തേക്കാണ് മണ്ണ് അന്ന് മാറ്റിയിട്ടത്. അപ്പോൾ അതും കൂടി പരിശോധിക്കുന്നതാണോ? അതുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ 2 ഭാഗം പരിശോധിക്കുന്നുണ്ട്. NDRF പിന്നെ പുഴ ഇറങ്ങി സെർച്ചിങ് നടത്തുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊടുക്കണം. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. കഴിഞ്ഞ 3 ദിവസം പോലെ അല്ല. ഇന്ന് കുറെ ആളുകൾ, കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ചാൽ ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾ ഇവിടെ റെസ്ക്യൂ പ്രവർത്തകരായിട്ട് സന്നദ്ധ പ്രവർത്തകരായിട്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രയാസമായിട്ട് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് സ്ഥലപരിചയമുള്ള ആളുകൾ വരെ. പിന്നെ ഈ ജനവാസ കേന്ദ്രമല്ല ഈ പ്രദേശം എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പ്രയാസം നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്കാണെങ്കിൽ പിന്നെ കേരളത്തിലാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആളുകൾ അപ്പം തന്നെ വന്ന് എല്ലാ ജാതി മത രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതീതി നമുക്ക് എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഇപ്പൊ ഈ റോഡിന്റെ ഇടതുവശത്ത് മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ടോ? എന്താണ് അവിടെ? റോഡ് പൂർണ്ണമായും മാറ്റിയില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ മാറ്റിയത് റോഡ് ക്ലിയർ ആക്കി എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. വേറൊന്നും മാറ്റിയില്ല. വേറെ 2 സൈഡുകളിൽ മണ്ണിങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ആ മണ്ണ് കൂമ്പാറായിട്ട് തന്നെ കിടക്കുകയാണ്. നിങ്ങൾ എത്ര മണിക്കകത്ത് പോയിട്ടുണ്ടാവും? 6 മണിക്കകത്ത്. രാവിലെ 6 മണി തൊട്ട് ഒരു 7:15 വരെ നല്ല മഴ പെയ്തല്ലോ. നല്ല മഴ. ആ മഴത്ത് ഞങ്ങളിവിടെ ഉണ്ട്. രാവിലെ ഇവിടെ ഉണ്ട്. അതൊരു ബുദ്ധിമുട്ടായി. ഇങ്ങനെ ഒരു കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായോ? മണ്ണ് ഇടിഞ്ഞു വരുന്ന ഒരു നല്ല മഴത്ത് വന്ന് നിൽക്കുന്ന നമുക്ക് കാണാം. ഇപ്പം തന്നെ അവിടെ ചെറിയൊരു ചാറ് വരുമ്പം തന്നെ നന്നായിട്ട് മണ്ണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണും വെള്ളവും കൂടി ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ ഏത് സമയത്തും അത് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. മണ്ണിങ്ങനെ പിന്നെ ഈ ഒരു അടുക്കുണ്ടല്ലോ, അടുക്കടുക്ക് ഒരു ലെയറായിട്ടാണ് മണ്ണ് കിടക്കുന്നത്. അപ്പോൾ അത് ആ ലെയറിൻ്റെ മുകളിൽ കൂടി ഇനിയും തെന്നി മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ജിയോളജി ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ പ്രകാരം ഇവിടെ നമ്മൾ ഒരുപാട് എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഉള്ള രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ സാധ്യത അല്ല. മണ്ണിടിയുമെന്നാണ് അവർ ഇടിയുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നിലവിലുള്ള ഫോഴ്സ് ഉപയോഗിക്കുന്ന ഈ ഇത് വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ പറ്റുള്ളൂ. ഇനി നമുക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ഇതിനെക്കാട്ടും കൂടുതലുള്ള ഉപകരണങ്ങൾ ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സാധാരണ ഈ ആദ്യം കൊണ്ടുവന്ന റഡാർ അല്ലാതെ മറ്റ് എക്യുപ്മെന്റ്സ് എന്തെങ്കിലും വന്നിട്ട് എത്തിയിട്ടില്ല. ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. അപ്പം മിലിറ്ററി പറഞ്ഞ ഒരു 10-10 ആകുമ്പോഴത്തേന് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ എക്യുപ്മെന്റ്സ് പ്രതീക്ഷ അതാണ്. അതായത് എക്യുപ്മെന്റ്സ് ബേസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രതീക്ഷ ഉള്ളൂ. മാൻ പവർ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. അതായത് ഇടിഞ്ഞ മണ്ണിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ മണ്ണ് മാറ്റുമ്പോൾ കൂടുതൽ ഇടിച്ചിലിന് സാധ്യതയുണ്ട്. തീർച്ചയായും സാധ്യത. നമ്മൾ നിൽക്കുന്ന പ്രതലം പോലും അത്ര സേഫ് അല്ല എന്നുള്ളതാണ് ജിയോളജി ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം ഇപ്പം നിലവിൽ. അതുകൊണ്ടാണ് ഇവർ കൂടുതൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി എക്യുപ്മെന്റ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൊതുവെയുള്ള പുറത്തുള്ള ധാരണ ഇനിയും എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൂടെ എന്നുള്ളത്. പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് കൂടുതൽ എക്യുപ്മെന്റ്സ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുന്നത് റഡാറിനെ പോലത്തെ അത്തരം നൂതന ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ റഡാർ പരിശോധന ഉണ്ടോ? റഡാർ പരിശോധന ഇല്ല. ഇന്നലെ നമ്മളൊരു GPS സ്പോട്ട് കണ്ടെത്തിയിരുന്നു. ആ സ്പോട്ടിലുള്ള എല്ലാ മണ്ണുകളും എടുത്ത് നീക്കി. പക്ഷെ അവിടെ നമുക്ക് കണ്ടെത്തിയിട്ടില്ല. ഇപ്പം ഭാരത് ബെൻസ് ഒരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പുതിയൊരു സ്പോട്ട് കൊടുത്തു. ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ വെച്ചാൽ സാധാരണ JCB ഇറ്റാച്ച് വെച്ചിട്ട് എടുക്കാൻ പറ്റാത്ത അത്ര വലിയ പാറ കഷ്ണങ്ങൾ. അതായത് അത് നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ കണ്ട അതായത് മറുവശത്ത് മണ്ണ് മാറ്റിയിട്ടു എന്ന് പറയുന്ന ഭാഗത്ത്. അതായത് മണ്ണ്
ഇത് വന്നിട്ട് മണ്ണ് ഇടിഞ്ഞിട്ട് നിരങ്ങി പോകാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഭാരത് ബെൻസിൻ്റെ സംവിധാനം വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് അവർ പറയുന്ന സ്പോട്ടാണ് ഇപ്പം പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ പാറയുണ്ട്, അത് എടുത്തു മാറ്റാൻ പറ്റുന്നതാണോ? എടുത്തു മാറ്റാൻ പറ്റുന്നത്, അത് പൊട്ടിച്ചിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക്കാണ്. ഇപ്പോൾ MP രാഘവട്ടനോട് സ്ഥലത്ത് വന്നിട്ടുണ്ട്, MLA ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ മിനിസ്റ്റർ ലെവലിൽ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് സാർ പറഞ്ഞു. ഒരു പ്രഷർ ഉണ്ടല്ലേ? നല്ലൊരു പ്രഷർ നമ്മൾ നല്ലൊരു പ്രഷർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ മിനിസ്ട്രി ലെവലിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ കുറേ കൂടി കാര്യക്ഷമമായിട്ട് നടക്കും തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോൾ എന്താണ് ഒരു മിറാക്കിൾ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കട്ടെ, ആ മിറാക്കിൾ സംഭവിക്കട്ടെ എന്നതാണ് നമ്മൾ ഒരു 7ാം ദിവസമാണ് നമ്മൾ അങ്ങനെ ഒരു മിറാക്കിൾ നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. 8ാം ദിവസം 12ാം ദിവസമൊക്കെ അങ്ങനെ പല ബ്ലാസ്റ്റ് നടന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേ രീതിയിൽ നല്ലൊരു മിറാക്കിൾ സംഭവിക്കട്ടെ, ആ കുടുംബത്തിന് നല്ലൊരു ഒരു സന്തോഷം കിട്ടട്ടെ. ആ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ. അപ്പോൾ അനിയും ഇവിടെ വന്നിട്ടുണ്ട്, ബ്രദേഴ്സ് മറ്റുള്ള ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് സന്തോഷം സമാധാനം ഇവിടുന്ന് കിട്ടട്ടെ എന്നുള്ളതാണ്. എന്തായാലും നമ്മളെ സംബന്ധിച്ചോളം ഇത് കിട്ടുന്നവരെ എന്താണെങ്കിലും നമ്മൾ പറയല്ലേ, മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പിന്നുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ ബോഡി കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പം ആ രീതിയിലല്ല, എന്നാലും പറയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മിറാക്കിൾ സംഭവിക്കട്ടെ, ജീവനോടെ കിട്ടട്ടെ എന്നുള്ളതാണ് എന്തായാലും നമ്മളൊരു പ്രാർത്ഥന. എന്താ കാലാവസ്ഥ, എന്താ അവസ്ഥ? ഇപ്പം നോർമലാണ്. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു, അപ്പം നമുക്ക് തന്നെ അവിടേക്ക് പോകാൻ നല്ല ദുഷ്കരമായിരുന്നു, നല്ല പ്രശ്നമായിരുന്നു. ഇപ്പോൾ ചോർന്നപ്പം അത്യാവശ്യം നല്ലോണം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര അംഗ ടീമാണ് വന്നേക്കണം? ഞങ്ങൾ 10 അംഗ ടീമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിലവിൽ. ഇന്നലെ 5 ആൾ ഇന്നലെ എത്തി, 5 ആൾ ഇന്ന് രാവിലെ ആയിട്ട് എത്തി. അങ്ങനെ 10 ആളുകളാണ് ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് എത്തിയിട്ടുള്ളത്. എവിടുന്നാ വരുന്നത്? പൂനൂര്, കോഴിക്കോട്. പൂനൂർ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതിന് മുന്നേ പോവാ കേരളത്തിൽ ഇതുവരെയുള്ള എല്ലാ 2014 മുതലുള്ള ഒട്ടുമിക്ക എല്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കെടുത്ത് പുത്തുമല മുതൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, കവളപ്പുറം എല്ലാ സ്ഥലങ്ങളിലും മൂത്തി നോക്കൂ, യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ഒരുപാട് ആളുകൾ ഇതേപോലെ, ഇതിപ്പോൾ പൂനൂരിൽ നിന്ന് വന്ന ആളുകളാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു 3ാമത്തെ ടീമാണ് ഇവർ. പൂനൂർ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ഇവർക്ക് അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ടീമാണെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ സംശയം പ്രകടിപ്പിച്ചു, ആർമിയൊക്കെ വരാൻ ഇത്തിരി വൈകിയിരുന്നു, അതുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ അല്പം താമസിച്ചോ എന്നൊക്കെ നമ്മൾ സംശയിച്ചിരുന്നു. അല്ല, അപ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് നോക്കൂ, 6 മണിക്ക് അവർ ഈ സ്പോട്ടിലുണ്ട്. 6 മണിക്ക് തന്നെ മണ്ണ് മാറ്റുന്ന നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, നമ്മൾ രാവിലെ ഒരു 7 മണിക്ക് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു മലയാളി പൊളിയാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. എനിക്ക് സത്യത്തിൽ അഭിമാനം തോന്നുന്നുണ്ട് മൂത്തി ഇവിടെ നിൽക്കുമ്പോൾ. നമുക്കൊരു പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്നു, സങ്കടകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരു ഐക്യം നോക്കൂ. എത്ര ആളുകളാണ് യാതൊരു ലാഭേച്ഛയുമില്ലാതെ ഈ മണ്ണിനോടും മഴയോടും പടവെട്ടിക്കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം.